ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ GTA 5 അടുത്തൊരു വീട്ടിലേക്ക് നമ്മൾ ഇന്ന് നിൽക്കുകയാണ്. ഫ്രാങ്ക്ലിൻ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട്. ഫ്രാങ്ക്ലിൻ ഇന്ന് ഹിറ്റ്മാൻ ആവാൻ പോവാണ്. പക്ഷേ ഒരു പാവത്തിൻ്റെ രൂപത്തിൽ. ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും മറ്റേ ഹിറ്റ്മാൻ ആവാനായിട്ട് നമ്മൾ കുറച്ച് ഗൺ വേണം. അപ്പോൾ നമുക്ക് ഗൺ മേടിച്ചിട്ട് വരും. ഓക്കെ, ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് എടുക്കുകയാണ്. നമുക്ക് പോയി ഒരു ഗൺ മേടിച്ചിട്ട് വരും. ഓക്കെ, കാരണം ഗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഹിറ്റ്മാൻ ആവാൻ പറ്റുള്ളൂ, ഒരു പവർ കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഗൺകാരൻ നമ്മുടെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവൻ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരും, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലിൻ കയറ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ വണ്ടിയിൽ പോവാം. നമ്മളങ്ങനെ അമ്യൂണിഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ സീമിയൻ്റെ കട അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കയറാം. ചേട്ടാ കയറിക്കോട്ടെ. ഓർക്കോ. ഓക്കെ ചേട്ടാ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗണ്ണെടുക്കാണോ? ഈ റോക്കറ്റ് ലോഞ്ചർ ഒന്ന് എടുത്തോ. പിന്നെ ഓക്കെ, എൻ്റെ ഇപ്പോൾ ഇത്രയും ഗണ്ണുണ്ട്. പിന്നെ ഈ ഒരു ഗണ്ണെടുത്തോ ഗൈസ് അല്ലേ ചേട്ടാ? ഈ ഒരു ഗണ്ണെടുത്തോ, ആ മേളത്തെ ഗണ്ണെടുത്തോ, ഈ ഒരു ഗണ്ണ് AK-47 സ്നൈപ്പർ, ഈ ഒരു സ്നൈപ്പർ, ആ ഒരു മിനി ഗണ്ണ്, പിന്നെ ആ ഒരു സംഭവം എല്ലാം എടുത്തോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ വേറെ ഇതെല്ലാം എടുത്തോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒക്കെ വരാം. ചേട്ടാ എടുത്ത് വെച്ചോ? താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ചേട്ടൻ നമുക്ക് എന്തായാലും ഗണ്ണൊക്കെ തന്നിട്ടുണ്ട്. നമുക്കിനി വെളിയിലോട്ട് ഇറങ്ങാൻ. നമ്മുടെ ഇത്രയും ഗണ്ണ് നമുക്ക് തന്നിട്ടുണ്ട്. ഫുൾ ഗണ്ണ് എനിക്ക് നമുക്ക് തോന്നുന്നു. ഇത്രയും ഗണ്ണുണ്ട് നമ്മുടെ കയ്യിൽ. RPG വരുന്നുണ്ട്, സ്നൈപ്പർ എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ വണ്ടിയില്ല. നമ്മുടെ വണ്ടി ചെറുതായിട്ട് ഈ ഒരു വണ്ടി വെച്ചാൽ അല്ലോ, ആക്ച്വലി നമ്മൾ ഈ ഒരു വണ്ടി വെച്ചല്ല പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി വെച്ച് പോയാൽ പിന്നെ ഏതോനറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ ഫ്രാങ്ക്ലിനാണ്. നമ്പർ പ്ലേറ്റിൽ വരെ FC9. ഇത് നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ കാറേ ഉള്ളൂ ഈ ലോകത്ത് തന്നെ. അല്ല, ഈ ലോസ് ആൻഡോസിൽ തന്നെ ഫ്രാങ്ക്ലിൻ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു കാറ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകാം. എന്നിട്ട് നമുക്കൊരു ബഗ്ഗറായിട്ടൊന്ന് അഭിനയിക്കാം. ഓക്കെ, ഇപ്പോൾ കറണ്ടിൽ ഇടിക്കല്ലേ. പിന്നെ ഫ്രാങ്ക്ലിൻ്റെ ബാക്കിയുള്ള ബാലൻസ് ഞാൻ കാണിച്ചിരുന്നത്. ഇതാണ് നമ്മൾ ഫ്രാങ്ക്ലിൻ ബാക്കി. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ നമ്മുടെ ബാലൻസ്. ഓക്കെ, കാരണം നമ്മൾ കുറച്ച് ചെക്ക് ചെയ്തില്ല. 3181 തോന്നുന്നു. 3000 ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. 3000 ഫുള്ളൊന്നും ഞാൻ കൂടെ അറിയില്ല. പിന്നെ റിച്ച് ആണല്ലോ നമ്മൾ. ഓക്കെ, പിന്നെ നമ്മളെന്തായാലും ഇത്രയും പൈസ എടുത്തോളൂ വീട്ടിൽ നിന്ന്, കാരണം ഫുൾ പൈസ എടുത്തിട്ടില്ല എന്തായാലും. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ ഒരു മുടി വെട്ടിയിട്ട് വരാം. കാരണം നമ്മുടെ ഈ കണ്ട ഫ്രാങ്കിൽ ഞാൻ ഏതോ മനസ്സിലാവത്ത്. ഓക്കെ, ഇവർക്കൊക്കെ നമ്മളെ കണ്ട പേടിയാണ്. മാറിക്കടാ. നമ്മളൊക്കെ ഇവരുടെ ബോസാണ്. നമ്മൾ ഗ്യാങ്ങിൻ്റെ ഒരു വലിയ ആളാണ്. ചേച്ചി ഒരു മുടി ഒരു മാറ്റാനാണ്. മുടിയും എല്ലാം മാറ്റണം. ലെറ്റ്സ് ഗോ ഗൈസ്. ഒരു ഇത്തിരി സമയം എടുക്കേ. ഫ്രാങ്ക്ലിൻ സത്യം പറഞ്ഞാൽ മൊട്ടത്തേലടിച്ചേക്കണം. ആരും ചിരിക്കേണ്ട ഗൈസ്. ഫ്രാങ്ക്ലിനില്ലേ ഇതൊക്കെ കയ്യൊരു മാസമുണ്ട്. ഓക്കെ ഇന്ന് നമ്മൾ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ ഒരു സീനില്ല. ഫ്രാങ്ക്ലിൻ നീ ഒരു നല്ലതാണ് കേട്ടോ. നല്ലതാണ്. കുഴപ്പമില്ല ഫ്രാങ്ക്ലിൻ, നീ ഫ്രാങ്ക്ലിൻ കളിയാക്കണ്ട ഗൈസ്. ഓക്കെ, ഇവയില്ലേ പൈസ എടുത്തൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ഹിറ്റ്മാൻ ആവാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു തൊപ്പി വെക്കാം. ഫ്രാങ്ക്ലിൻ ഒരു തൊപ്പി വെച്ച് ഫ്രാങ്ക്ലിനെ ഒരു തൊപ്പി വെക്കുക. ഫ്രാങ്ക്ലിനിക്ക് എൻ്റെ ഉണ്ടൊരു തൊപ്പി. തൊപ്പി വെച്ചിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ. പിന്നെ നമുക്കൊരു കഞ്ചി ഇങ്ങനെ തൊപ്പി വെക്കാം. കാരണം നമ്മൾ ഗ്യാങ്ങിലില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഗ്യാങ്ങിലാണെന്ന് തോന്നുകയും ചെയ്യരുത്. നമ്മളിപ്പോൾ നിൽക്ക് ഫ്രാങ്ക്ലിനെ തൊപ്പി വെക്കുക. തൊപ്പി. ഓക്കെ, അടുത്ത ഒരു ഗ്ലാസ് വെച്ചേക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമൽ മനുഷ്യനെ കണക്ക് തോന്നുള്ളൂ. ഫ്രാങ്ക്ലിനെ കണക്കൊന്നും തോന്നത്തില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ബാക്ക് അടിക്കാം. ഓക്കെ, ഫ്രാങ്ക്ലിനെ കയറിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്നേ ഉള്ളൂ. KFC സൂപ്പർ മാർക്കറ്റ് കയറുക. അവിടെ ബല്ലാസ്റ്റിൻ്റെ ഒരു മെമ്പർ നിൽക്കുന്നു. ഓക്കെ, ബല്ലാസ് നമ്മുടെ ഓപ്പോസിറ്റ് ഗ്യാങ്, നമ്മുടെ ശത്രു. നമുക്കിവനെ അങ്ങ് ആക്കാം. നമുക്കിവനെ അങ്ങ് കൊല്ലാം. ഓക്കെ, നമ്മൾ ഹിറ്റ്മാൻ ഇപ്പം ആയിട്ടില്ല, എന്നാലും നമുക്കൊന്ന് ടങ്ങാം. ഇത് ഫ്രാങ്ക്ലിനായിട്ട് ചെയ്യുക, ഹിറ്റ്മാൻ ആയിട്ടല്ല. ഫ്രാങ്ക്ലിൻ ഗ്യാങ്ങിന് വേണ്ടി ചെയ്യും. ഓക്കെ, ഫ്രാങ്ക്ലിനെ എന്തെടുക്കണം? കൈ വെച്ച് ചെയ്യുന്നതിന് നല്ലത്. അടിക്കണം. അയ്യോ, അടിക്കാൻ പറ്റിയില്ല. എടാ ഫ്രാങ്ക്ലിനാണ് അടിക്കുന്നത്. എടാ അവരുടെ കുറേ ശത്രുക്കൾ വരുന്നുണ്ടല്ലോ. ഇവനെ കൊല്ലാം. അപ്പം എല്ലാവരും പൊക്കോളും. അവിടെ കൊല്ലു. ഓക്കെ, പോലീസ് പോരും. ഓടിക്കോ. ഓക്കെ, ഫ്രാങ്ക്ലിൻ പൊക്കോ. ഓക്കെ, ഫ്രാങ്ക്ലിൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് പോകുന്നത്. കാരണം ഫ്രാങ്ക്ലിൻ്റെ വണ്ടി ഇട്ടിട്ടുണ്ട്. കാരണം ഈ വണ്ടി എടുക്കുന്നത് സേഫ്. കാരണം ഇത് നമ്മളെ ഹിറ്റ്മാനായിട്ട് ഇത് മതി. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലിൻ പോ. ഓക്കെ, നമ്മൾ ചെറുതായിട്ടൊരു ബഗ്ഗറിനെ കണക്കത്തൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹിറ്റ്മാൻ പരിപാടി തുടങ്ങാം. സോ ഫസ്റ്റ് മിഷൻ എന്ന് വെച്ചാൽ അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. നമ്മളെന്നാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. ആ ഒരു ഗ്യാങ്ങിൻ്റെ, നമ്മുടെ ഗ്യാങ് തന്നെ ആക്ച്വലി. ബൈദവേ നമ്മുടെ ഗ്യാങ്ങാണ്. പക്ഷേ നമ്മളെ ബോസ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാങ് നമ്മൾ ഗ്യാങ്ങിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഗ്യാങ് ആയിട്ടില്ല, ഇത് ഹിറ്റ്മാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഹിറ്റ്മാൻ ബോസാണ് പറഞ്ഞത് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഇവർ 2 പേരെയും ടൊങ്ങക്കളയാൻ.
എന്തിനാ പറഞ്ഞാൽ എന്തോ ഒരു ഇവരെന്തോ ചതിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറയും. നമുക്ക് എന്തായാലും ഒരു പാവപ്പെട്ടവരെ പോലെ നടക്കാം. ഓക്കെ, പാവപ്പെട്ടവരെ. അയ്യോ പോരെ, എൻ്റെ കാലൊടിക്ക് പോരെ, ഇത്തിരി പൈസ പോരെ പ്ലീസ്, ഞാൻ ഒരു ബെഗറാണ് പോരെ. ഒന്ന് പോയപ്പാപ്പോ, ഇവിടെ മനുഷ്യന് പൈസ ഇല്ലാത്തപ്പോഴാ. അയ്യോ സോറി മോനെ, ഞാൻ പോവാ. അവൻ്റെ മുട കണ്ട എന്താടാ ഫ്രാങ്കിലി, ഞാൻ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നീക്കെ ഓടും. ഓക്കെ, നമുക്ക് കറക്റ്റ് ടൈമായി അവർ തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക മണ്ടന്മാരി. ഓക്കെ, നമുക്ക് എന്തെടുക്കും ഗൺ വെച്ച് കൊല്ലാം. കുപ്പിച്ചില്ല, അതാണെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ടും തോന്നും. അപ്പോൾ സീനൊന്നും ഇല്ലായിരിക്കുമല്ലോ. ഫ്രാങ്കിലെ റെഡി, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, പതുക്കെ പോലെ, എൻ്റെ ഈ കുപ്പിയുള്ളൂ, ഇത് എടുത്ത പോലെ. ഒന്ന് പോയപ്പോ എന്താടാ ഫ്രാങ്കിലിനാടാ ഞാൻ മണ്ടന്മാരെ. കൊല്ലടാ അവനെ ഗണ്ണ് വെച്ച് കൊല്ലടാ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, വണ്ടിയിട്. ഫ്രാങ്കിൽ എന്തോടാ ഇത്രയും ഫാസ്റ്റിൽ പോകുന്നത്? അയ്യോ ഫ്രാങ്കിലെ, ഓർഡറാ. മിക്കടോ സ്റ്റാർട്ടി വണ്ടി സ്റ്റാർട്ടി. അടുത്ത ദിവസം രാവിലെ ഉണ്ട് എന്തായാലും. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആൻറ്റി ഇല്ല. ഇപ്പോൾ വീട്ടിൽ വെളിയിലോട്ടും കൊണ്ട് പോയേക്കാം ട്രിപ്പ് എന്തോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ജോലി തുടങ്ങാം ഹിറ്റ്മാനായിട്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആഡ്, റിയൽ ക്യാഷിലൊന്നും ഇല്ല, ബാങ്ക് അക്കൗണ്ടിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനില്ലല്ലോ നമുക്ക് എന്തായാലും കാർ എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ കാർ എടുത്തുകൊണ്ട് പോകണ്ടേ, നമ്മുടെ കാറിലാണെങ്കിലും അമ്മ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നല്ലോ. നമ്മുടെ ബോസാണോ? അല്ലട്ടാ. നമുക്ക് എന്തായാലും ഇല്ലേ ഇവിടുന്ന് പോകണോ ഈ വഴി നിന്നാണ്? ബോസ് എന്തായാലും ഒരു ഇത് തന്നിട്ട് നമുക്ക് പോവാം. അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാടാ കൊല്ലണത്? സിമിയോണിനെ കൊല്ലണോ? സിമിയോണിനെ കൊല്ലണമെന്ന് ഫ്രാങ്കിലി സിമിയോണെ കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ കൊല്ലണമെന്ന് സിമിയോണെ എവിടെ ഇത് ഭയങ്കര പാടായിരിക്കും. ഇവിടെ സിമിയോണെ അങ്ങനെ കൊല്ലുന്ന നമ്മുടെ ഫ്രണ്ടല്ലേ ആയിരുന്നു. പക്ഷെ അവൻ്റെ സിമിയോനെ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ അത് നമ്മൾ എങ്ങനെയാണോ സിമിയോനെ കൊല്ലുന്നത്? സിമിയോൺ നമ്മുടെ ആൻറ്റിയുടെ ഒക്കെ ഒരു ഫ്രണ്ട് തന്നെ വൈദവേ. എടാ എന്ത് ചെയ്യാനടാ, സിമിയോനെ കൊന്നേ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യണം. സിമിയോൺ ബാക്കിൽ ഇവിടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. ബാക്കിൽ അവൻ അടച്ചിട്ടുണ്ട് വൈദവേ. കുഴപ്പമില്ല, നമുക്കെന്തായാലും ഫ്രണ്ടിൽ നിന്ന് നോക്കാം. ഓക്കെ, അവനെന്തോ ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ആരുടെയോട്, എന്തോ ഒരു കാറിൻ്റെ വെച്ചിട്ട് നമുക്ക് അവനെ ഇട്ടൊന്ന് നോക്കാം. അടുത്ത നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണാം. അവിടുത്തെ ആളെ നമ്മൾ ഇന്ന് കൊല്ലാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് കൊല്ലാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ബോസ് പറഞ്ഞിട്ടാണ്, നമ്മുടെ ഫ്രണ്ട് മൈക്കിൾ. മൈക്കിളിനാണ് നമ്മളിന്ന് കൊല്ലാൻ പോകുന്നത്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ ഒരു സാഡായിരിക്കുമല്ലോ സിമിയോണിനെ കാട്ടി. കാരണം മൈക്കിൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഞാൻ പറയാം. ഹ്യൂമൻസിൽ ഡോഗ്സിലൊക്കെ നമ്മുടെ ടോപ്പാണ്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. ഇവിടെ ഫസ്റ്റ് തന്നെ മൈക്കിളിൻ്റെ ഈ ഗാർഡനറിനെ ഒന്ന് എടുത്ത് കളയണം, ഇല്ലെങ്കിൽ മൈക്കിളിനെ കൊല്ലാക്കത്തില്ല. ഒറ്റ അടിച്ചോ. യെസ്, ആടാ ശരി ഗൈസ്. അപ്പോൾ ലാമാറിനെ നമ്മളിപ്പോൾ അവൻ നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തു നമ്മൾ എന്തൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇല്ലേ മൈക്കിൾ വീട്ടിലില്ലായിരുന്നു, നമ്മൾ മൈക്കിളെ കൊന്നുകൂടിയില്ല ഇതുവരെ. മൈക്കിൾ ഇപ്പോഴും സിമിയൻ്റെ കടേൻ്റെ അവിടെ കണ്ടോ കറങ്ങിയെടുക്കുക. ഇനി നമുക്ക് ഒരു ടാർഗറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് മൈക്കിളെടുത്ത് പോകാക്കുള്ളൂ. കാരണം ബോസ് ഇങ്ങനെ പണി തന്നിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇല്ലേ അവിടെ ഒരു ആളിരിക്കും, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. അല്ല, നിങ്ങൾ കാണാക്കൊന്നില്ലായിരിക്കും ചിലപ്പോൾ. ഇത് ഇവരൊന്നും കണ്ട ഇയാളെ കണ്ട ഇയാൾ ഇയാളുണ്ട, ഈ ഇരിക്കുന്ന ആൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം ഇയാളെ. ഇവനില്ലേ നമ്മുടെ ഗ്യാങ്, ഇത് നമ്മുടെ ഗ്യാങ് അല്ലേ, ഇത് വേറൊരു ഗ്യാങ് ഇത്. ഓക്കെ, നമുക്ക് ഇവനെങ്ങനെയെങ്കിലും കൊല്ലാം. ലെറ്റ്സ് ഗോ. കൊല്ലു ഫ്രാങ്കിലിനെ. എടാ ഉടായിപ്പ് കാണിക്കില്ലടാ, കൊല്ലടാ ഫ്രാങ്കിലിനെ, കൊല്ലടാ. എടാ ഫ്രാങ്കിൽ എന്താടാ മണ്ടത്തരം കാണിക്കുക? ഫ്രാങ്കിലെ കൊന്നടാ. ഓക്കെ, ഫ്രാങ്കിൻ 3, 2, 1 ലെറ്റ്സ് ഗോ. എടാ അവൻ എഴുന്നേടാ. അവൻ ഓക്കെ അവൻ മേടിച്ചു പോയി. ഡേ എന്തോന്നാടാ, നിന്നെ കൊല്ലാൻ ഞാൻ വന്നത്, എന്നെ കൊല്ലാനില്ല. വീട് ഉറക്കെടുക്കടാ.
കിടക്കുന്നുണ്ടല്ലേ ഒന്ന് വീടാ. നീ എന്നെ അറിയും ഫ്രാങ്കിലിനാണ് അടിക്കുന്നത്. ഓ ഫ്രാങ്ക്ലിൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു നീ ആയിരുന്നു. അറിയണോടാ നീ അറിയണം പിന്നല്ലാതെ. ഗൈസ് പോലീസ് നമ്മുടെ ഈ വണ്ടി കയറാം. നമ്മൾ ഈ വണ്ടിയിൽ വന്നത് ആക്ച്വലി, പക്ഷേ ഈ വണ്ടി കയറാം. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ മൈക്കിൾ അവിടെ നിൽപ്പുണ്ടൊക്കെ. നമ്മളെന്തായാലും കാറിൽ വന്നു. ഇവിടെ എന്തൊക്കെയോ ഒരു പരിപാടി നടക്കുക ഗൈസ്. ഇതുണ്ടോ വെള്ളമൊക്കെ പോകുന്ന പരിപാടി നടക്കുക. ഓക്കെ നമുക്കെന്തായാലും മൈക്കിളുടെ അടുത്ത് നോക്കാം. ഓക്കെ നമുക്കെന്തായാലും മൈക്കിളിൽ നമ്മളെന്താ റിവേഴ്സ് എടുത്ത് പോകാമെന്ന് പറഞ്ഞു. മൈക്കിൾ നടന്നു വരുന്നുണ്ട്. ഒറ്റയടിയാണ്, ഒറ്റയടി. മൈക്കിളെ സോറി, ബൈ ബൈ സീ യു ടാറ്റാ. ലെറ്റ്സ് ഗോ. മൈക്കിൾ ഇതുണ്ട്. ലെറ്റ്സ് ഗോ ബ്രോ. അങ്ങനെ ഫ്രാങ്ക്ലിൻ ബെഗറായിട്ട് ഹിറ്റ്മാനായ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പറയുക. മാൻ നമുക്ക് ഈ ഒരു ബൈക്ക് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് നോക്കാം. പോലീസ് വരുന്നുണ്ട്. ഓക്കെ നമ്മളെന്തായാലും മൈക്കിൾ എന്തായാലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും എന്തായാലും പോലീസിൻ്റെ രക്ഷപ്പെടാം. ഓക്കെ നമുക്കെന്തായാലും കുറച്ച് സ്റ്റണ്ടൊക്കെ ചെയ്യാൻ ഇനി പോകുന്നത് ജസ്റ്റ് ഒരു ബോറടിക്കായിരിക്കും. ഓക്കെ ഗൈസ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ അറിയാതെ എന്തോ ഒരു സ്റ്റണ്ട് ചെയ്തു പോയി. ഒരു പ്രോയസ്റ്റ് സ്റ്റണ്ട് ഓഫ് ഓൾ ടൈം. ഓക്കെ കണ്ടു നോക്കോളൂ. ഫ്രാങ്ക്ലിൻ ഓർഡർ പോലീസ് എടുത്തു. ഓ അയ്യോ ചാനൽ ചത്ത് അയ്യോ എടാ നമ്മളങ്ങനെ വീണ് നോക്ക് സ്റ്റണ്ട്. അയ്യോ ബ്രോ അത് കൊള്ളാട്ട സീനുണ്ട്. അയ്യോ ഇവിടെ കുറേ സൈക്കിളിൽ പോകുന്നു. മാറ്റണം അതിൻ്റെ സൈക്കിളൊക്കെ. ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. നമ്മൾ പിന്നെ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രാങ്ക്ലിൻ ബെഗറായിട്ട് ഹിറ്റ്മാൻ ആയത് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ സീ യു ടാറ്റാ.